കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ, മനസ്സിലാക്കി കളഞ്ഞല്ല. ജന്മം കൊണ്ട് ഇയാള് പൂണൂലിട്ടവനാണ്. പക്ഷെ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂണൂൽധാരിയുമാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ജ്യേഷ്ഠന്റെ മകൻ ആണ് ജയറാം. മലയാറ്റൂർ IAS എപ്പോഴും താനൊരു പെരുമ്പാവൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ മലയാറ്റൂരുകാരൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. പഠിപ്പിച്ച് വലുതാക്കി ഉത്സവ പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും, മാതൃഭാഷ എൻ്റേത് തമിഴ്. എന്താ ഉറക്കം വരുന്നു? ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി ഇങ്ങനെ. പക്ഷെ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്. நீங்க மலையாளியா? எங்க அப்பா வந்து பெங்காலி, அம்மா வந்து மங்கோலி, நான் வந்து மலையாளி, இவன் எரப்பாளி. நீங்க யாரு? அந்த காலத்து பாலக்காடு தமிழ்நாடு, நான் வந்து பெரும்பாவூர். എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. அந்த டைமிலே பாலக்காடும் தமிழ்நாட்டில் தான் இருந்தது. ജനിച്ചത് പഠിച്ചത് വളർന്നത് കൊച്ചി. ഞാൻ ചിരിച്ചു പോയനെ. 2 ലാംഗ്വേജും ഒന്നും മാതൃത ഇദ്ദേഹത്തിന്. തമിഴും മലയാളവും ഒന്നും മാതൃത. ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് അന്ത മാതിരി ഇല്ലേ. പക്ഷെ ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് പേരുണ്ടാക്കിയത് സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എൻ്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ സന്തോഷം നോക്കിയാൽ പോരെ. പക്ഷേ അയാൾ പറയുന്നത് 2 ലാംഗ്വേജും എനിക്ക് ഒന്ന് മാതൃത. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. വീട്ടിൽ പേസുന്നതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്. ചെറുതാനേ, എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. മലയാളവും കംഫർട്ട്, തമിഴും കംഫർട്ട്. പേശുവർക്ക് സംസാരിക്കുന്നതിന് മലയാളവും തമിഴും കംഫർട്ടാണെന്ന്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് നോക്കിയേ. റാംരാജിന്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്. എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് ഓട്ടി. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പിന്നെ ജയറാം. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല.
പക്ഷേ സിനിമ നമ്മൾ കണ്ടോണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല. അങ്ങനെ നടന്നു വരുന്നതിൽ ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം, നീ നിന്നാൽ നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോർജ് സാറിനോട് പറഞ്ഞത് പറ്റില്ല, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. എല്ലാരും വിളിച്ചു. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിൽ എത്തണം. സത്യമാണ് സാർ, സത്യം. എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ചൊരു കള്ളനുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരൻ, അതുകൊണ്ട് പോയതായിരിക്കും. മൂന്നാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.